ഇസ്രായേലുമായി നിലവിലുള്ള യുദ്ധഭീഷണിയിൽ നിന്നും ഒഴിവാക്കാൻ അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് നിർദ്ദേശിക്കുന്ന കരാർ ഗൗരവത്തിൽ സ്വീകരിക്കാൻ തയ്യാറാകണമെന്ന് ഇറാനോട് ആവശ്യപ്പെട്ട് സൗദി രാജകുമാരൻ മുഹമ്മദ് ബിൻ സൽമാൻ. തെക്കൻ ഏഷ്യൻ മേഖലയിലെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ വഷളാക്കുന്ന സാഹചര്യത്തിൽ ഇസ്രായേലുമായി യുദ്ധമുണ്ടാകാനുള്ള സാധ്യതയിൽ ആശങ്ക അറിയിച്ചാണ് സൗദിയുടെ മുന്നറിയിപ്പ് ഇറാനുമേൽ എത്തിയിരിക്കുന്നത്. മധ്യപൂർവേഷ്യയിൽ മറ്റൊരു യുദ്ധമുഖം തുറക്കാൻ ആഗ്രഹിക്കുന്നില്ല എന്ന നിലപാടാണ് സൗദി അറേബ്യ മുന്നോട്ട് വയ്ക്കുന്നത്. ഇറാന്റെ ആണവ പദ്ധതികൾ തകർക്കാൻ ഇസ്രായേൽ ഒരുങ്ങുന്നുവെന്ന റിപ്പോർട്ടുകൾ പുറത്തുവരുമ്പോഴാണ് സൗദിയുടെ താക്കീത് ഇറാനുമേൽ ഉയർന്നിരിക്കുന്നത്. ഇറാൻ ആണവ ആയുധ നിർമ്മാണം തകൃതിയായി നടക്കുന്നുവെന്നും അത് മറയ്ക്കാനുള്ള തന്ത്രമായി അമേരിക്കയുമായുള്ള ആണവ ചർച്ചകൾ വലിച്ചു നീട്ടുന്നുവെന്നുമുള്ള ആക്ഷേപം നിരവധി കേന്ദ്രങ്ങളിൽ നിന്നും ഈ സമയം ഉയരുന്നുണ്ട്. ഇറാന്റെ ആണവ പദ്ധതികൾ മനസ്സിലാക്കിയ ഇസ്രായേൽ ഒരു പൂർണ്ണതോതിലുള്ള ആക്രമണം ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾക്ക് നേരെ നടത്തുമെന്നുള്ള മുന്നറിയിപ്പിനെ തുടർന്നാണ് ഇറാൻ ട്രംപിന് കൈകൊടുക്കുവാൻ സൗദി നിർബന്ധിക്കുന്നത്. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നിർദ്ദേശിച്ച ആണവ കരാർ ഗൗരവത്തോടെ കാണാനാണ് സൗദി ഇറാനോട് പറയുന്നത്. ഇതുകൂടാതെ കഴിഞ്ഞ ഏപ്രിൽ 17-ന് ഇറാൻ തലസ്ഥാനമായ ടെഹ്റാനിൽ സൗദി പ്രതിരോധ മന്ത്രി ഖാലിദ് ബിൻ സൽമാൻ സന്ദർശനം നടത്തുകയുണ്ടായി. ഒരു രഹസ്യയോഗമാണ് അന്ന് നടന്നതെന്ന് ഇപ്പോൾ പുറത്തുവരുന്ന റിപ്പോർട്ട്. 20 വർഷത്തിനു ശേഷമാണ് ഒരു സൗദി രാജകുമാരൻ ഇറാനിലെത്തിയത് എന്ന പ്രത്യേകത കൂടി ആ സന്ദർശനത്തിന് ഉണ്ട്. രഹസ്യയോഗത്തിൽ ഇറാൻ പ്രസിഡന്റും സൈനിക തലവന്മാരും വിദേശകാര്യ മന്ത്രിയും പങ്കെടുത്തതായി റിപ്പോർട്ടുണ്ട്. ഗാസയിലും ലബനോനിലും നടന്ന യുദ്ധങ്ങൾ ഇതിനകം തന്നെ മേഖലയെ അസ്ഥിരമാക്കിയിട്ടുണ്ടെന്നും ഇനിയൊരു യുദ്ധം പശ്ചിമേഷ്യയിൽ ആരംഭിച്ചാൽ അത് സൗദിയുടെയും മറ്റ് ഗൾഫ് രാജ്യങ്ങളുടെയും സാമ്പത്തിക പുരോഗതിക്ക് വലിയ തടസ്സമാകുമെന്നുമാണ് സൗദി ഇറാനെ അറിയിച്ചത്. അതേസമയം കരാർ ഒപ്പിടുക അല്ലെങ്കിൽ ഗുരുതര പ്രത്യാഘാതങ്ങൾ നേരിടാൻ ഒരുങ്ങിക്കൊള്ളുക എന്നായിരുന്നു ട്രംപിന്റെ ഇറാനോടുള്ള മുന്നറിയിപ്പ്. ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവുമായി നടത്തിയ കൂടിക്കാഴ്ചയ്ക്ക് പിന്നാലെയാണ് ട്രംപ് ആണവ കരാർ സംബന്ധിച്ച് ഇറാനോട് കടുത്ത നിലപാട് സ്വീകരിച്ചത്. എന്തായാലും ഈ ചർച്ചകൾക്ക് എന്തെല്ലാം ഫലങ്ങൾ ഉണ്ടാകുമെന്നറിയാൻ ലോകം ഉറ്റുനോക്കുകയാണ്. ഇന്റർനാഷണൽ ഡെസ്ക്, ഷെക്കേന ന്യൂസ്.